Hi all, welcome to Competitive Cracker. ഞാൻ ഷാലിമ. അപ്പോൾ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ പുതിയ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാറായി അല്ലേ. അപ്പോൾ എല്ലാവരും അടുത്ത കേട്ടറ്റിന് വേണ്ടിയൊക്കെ പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1-2 മാർക്കിനൊക്കെ കേട്ടറ്റ് പോയവരുണ്ടാവും. നിങ്ങളാരും വിഷമിക്കരുത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിച്ചാലാണ് ആ ഒരു കേട്ടറ്റ് എക്സാം വിൻ ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം വിളിക്കുന്ന കേട്ടറ്റ് എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകാൻ പറ്റും. അപ്പോൾ കുറച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് കേട്ടറ്റ് 2 സോഷ്യൽ സയൻസിന് ചോദിക്കുന്ന കുറച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് കേട്ടറ്റിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഭൂമി സൂര്യനിൽ നിന്നും ഏറെ അകലെ ആയിരിക്കുന്ന അവസ്ഥ ഏതവസ്ഥയാണ്? ഭൂമി സൂര്യനിൽ നിന്നും ഏറെ അകലെ ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? നമുക്കറിയാം ഭൂമി സൂര്യനിലേക്ക് അടുത്ത് വരുന്ന സമയമുണ്ട്, അകലെ പോകുന്ന സമയമുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് നോക്ക്, നമ്മൾ ഇത് കണ്ടോ, പെരിഹീലിനും ഉണ്ട് അബ്ഹീലിനും ഉണ്ട്. പെരിഹീലിൻ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി സൂര്യനുമായിട്ട് അടുത്ത് വരുന്ന സമയമാണ് അല്ലെ. പെരിഹീലിൻ എന്ന് വെച്ചാൽ ഭൂമി സൂര്യനുമായിട്ട് അടുത്ത് വരുന്ന സമയമാണ് പെരിഹീലിൻ. അതുപോലെ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന സമയം ഏതാണ്? അതാണ് അബ്ഹീലിൻ. അകന്നു പോകുന്ന അല്ലെ, അകന്ന്. ഓക്കെ, അപ്പോൾ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം ഏത് ദിവസമാണ്? അകന്നു പോകുന്ന ദിവസം എന്നാണ്? ജൂലൈ 4 ആണ് അല്ലെ. അകന്നു പോകുന്നത് ജൂലൈ 4 ആണ്. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്ന ദിവസം ഏതാന്ന് നോക്ക്. അടുത്ത് വരുന്ന ദിവസം ജനുവരി 3 ആണ് അടുത്ത് വരുന്ന ദിവസം. ഓക്കെ, അടുത്ത ജനുവരി 3. ഓക്കെ, അപ്പോൾ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം ഏതാണ്? അബ്ഹീലിൻ എന്ന് പറയുന്നു. അത് ജൂലൈ 4 ആണ്. അതുപോലെ ഭൂമി സൂര്യനിലേക്ക് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിൻ എന്ന് പറയുന്നത്. അത് ഏത് ദിവസമാണ്? നമ്മുടെ ജനുവരി 3 ആണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്ക എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടറ്റിൻ്റെ എക്സാം കേട്ടറ്റ് 3 ആണെങ്കിലും 2 ആണെങ്കിലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും സെപ്റ്റംബർ 23, മാർച്ച് 21, ഡിസംബർ 22, ജൂൺ 21. ഇതിനെയൊക്കെ ഈ ദിവസത്തിനെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ് എന്താണ് ഈ ദിവസം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് ഈ സെപ്റ്റംബർ 23, മാർച്ച് 21ൻ്റെയും പ്രത്യേകത എന്താ? നമ്മുടെ സൂര്യൻ വന്നിരിക്കുന്നുണ്ടോ? അതിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒരു പിക്ചർ നന്നായിട്ട് തന്നെ നിങ്ങൾ നോക്കണേ. അപ്പൊ ഈ സൂര്യന്റെ അയനം എന്ന് വെച്ചാൽ എന്താണ് സൂര്യന്റെ അയനം? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്നൊക്കെ പറയും അല്ലെ. എന്താണ് സൂര്യന്റെ അയനം? എന്താണെന്ന് നോക്കാം നമുക്ക്. അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, ഉത്തരായന രേഖ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി വടക്കാണ് അല്ലെ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്. അതുപോലെ ദക്ഷിണായന രേഖ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി തെക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണായന രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണെങ്കിൽ ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്കാണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ? അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ നമ്മുടെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങനെ വരുന്നേ? ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ എന്ത് പറയുന്നു? ഇതിനെയാണ് സൂര്യന്റെ അയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യന്റെ അയനം എന്ന് വെച്ചാൽ എന്താണ്? അച്യുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഉടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത് അല്ലെ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് കാര്യമാണ്, പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സമരാത്ര ദിനങ്ങൾ എന്താണ്? അല്ലെങ്കിൽ വിഷുവങ്ങൾ ഏത് ദിവസമാണ്? സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നറിയപ്പെടുന്ന ദിവസം ഏതെന്ന് ചോദിക്കും. അപ്പൊ എന്താണ് ഇതെന്ന് സംഭവം? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും എന്ത് സംഭവിക്കുന്നു? ചൂട് അല്ലെ. സൂര്യപ്രകാശം ഒരുപോലെ ലഭിക്കുന്നു. അപ്പൊ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും തുല്യ അളവിൽ എന്ത് ലഭിക്കുന്നു? സൂര്യപ്രകാശം ലഭിക്കുന്നു.
അപ്പൊ പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാവുന്നത് ഏതൊക്കെ ദിവസമാണ് പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാവുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പൊ ആ ദിവസങ്ങളെ എന്ത് വിളിക്കുന്നു? ആ ദിവസങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമരാത്രി ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 ആ ദിവസങ്ങളിലാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അപ്പൊ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താ? അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും എങ്ങനെയാണ്? രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പൊ ഈ മാർച്ച് 21 സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിലും അപ്പൊ സൂര്യപ്രകാശം തുല്യ അളവിൽ ലഭിക്കുന്നു. സൂര്യൻ നേരെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എങ്ങനെയാണ്? തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ ദിനങ്ങളെ ഏത് പേര് വിളിക്കുന്നു? സമരാത്രി ദിനങ്ങൾ. മാർച്ച് 21 സെപ്റ്റംബർ 23 ഏതാണ്? സമരാത്രി ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്നോക്സിസ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ സമരാത്രി ദിനങ്ങൾ, വിഷുവങ്ങൾ എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? നമ്മുടെ മാർച്ച് 21. അതുപോലെ മാർച്ച് 21 കണ്ടോ, മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഓക്കെ. പിന്നെ സമ്മർ സോളിസ്റ്റിസ് ഏതാണ്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വെച്ചാൽ എന്നാണ്? ഈ മാർച്ച് 21 ആ ഒരു ഡേറ്റ് എത്തുമ്പോൾ ഈ മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് പോകുന്നു സൂര്യൻ അല്ലെ. വടക്കോട്ട് പോയ സൂര്യൻ ജൂൺ 21 എവിടെ എത്തുന്നു? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് എന്ന് വെച്ചാൽ 23 ഡിഗ്രി വടക്കല്ലേ നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധ ഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രീഷ്മ അയനാന്ത ദിനം ഏത് ദിവസമാണ്? ജൂൺ 21 ഏത് പേരിൽ അറിയപ്പെടുന്നു? ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ദിവസത്തെ സമ്മർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്? ഈ മാർച്ച് 21 മുതൽ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് പോകുന്നു. എന്നിട്ട് ജൂൺ 21 ആയപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. അപ്പൊ ഈ ദിവസം ഉത്തരാർദ്ധ ഗോളത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രീഷ്മ അയനാന്ത ദിനം, ഉത്തരാർദ്ധ ഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21. അപ്പൊ ആ ദിവസത്തിന് എന്തായിരിക്കും പ്രത്യേകത? ഉത്തരാർദ്ധ ഗോളത്തില് ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തില് ഈ ജൂൺ 21 ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകലായിരിക്കും. അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു ജൂൺ 21 കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടായത്. കേഡറ്റ് 1-നാണെങ്കിലും 2-ലാണെങ്കിലും 3-ക്കാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. കൂടുതൽ കുട്ടികൾ പാസ്സായതൊക്കെ നമുക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, 1-2 മാർക്കിനൊക്കെ പോയവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. പഠിത്തം നല്ല രീതിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ പ്രീവിയസ് ഇയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ആയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്, ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും ഉണ്ടാവും. അതുപോലെ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമേ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ കോഴ്സിൽ കേട്ടിട്ടിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോളിസ്റ്റിസ്. ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോളിസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ എങ്ങോട്ട് പോകുന്നു? തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധ ഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോളിസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് പോകുന്ന സൂര്യൻ
ഡിസംബർ 22 എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖ. ദക്ഷിണായന രേഖ എന്ന് വെച്ചാൽ 23.5 ഡിഗ്രി തെക്കാണ് അല്ലെ ദക്ഷിണായന രേഖ. അപ്പൊ സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിൽ എത്തുന്നു. അപ്പൊ ഈ ഒരു ദിവസം ഉത്തരാർദ്ധ ഗോളത്തിൽ എന്തായിരിക്കും? ശൈത്യ അയനാന്ത ദിനമായിരിക്കും. ഓക്കെ, ഈ ദിവസം ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പൊ സൂര്യൻ അവിടെ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയാണ്? ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമാണ് പകല് വളരെ കുറവും, അതുപോലെ രാത്രി വളരെ കൂടുതലും അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റുകളെല്ലാം ഓർത്തു വെക്കാം. വിഷുവങ്ങളും സമ്മർ സോളിസ്റ്റിസും വിന്റർ സോളിസ്റ്റിസും ഒക്കെ ഏതൊക്കെ ദിവസമാണെന്ന് ഓർത്തു വെക്കാം. എക്സാമിന് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, നന്നായിട്ട് തന്നെ ആ പോർഷൻസ് പഠിച്ചു വെക്കണേ. ഇത് നോക്ക്, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇതും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഇരുമ്പുരുക്ക് ശാലകളിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഏത് സംസ്ഥാനത്തിലാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല? നമ്മുടെ കർണാടകത്തിലാണ് അല്ലെ. കർണാടകത്തിലാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏത്? ഇത് നമ്മുടെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ഭൂപ്രകൃതി വിഭാഗത്തെ നമ്മൾ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, അതുപോലെ ദ്വീപുകൾ. അപ്പോൾ അതിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഗം, ഭൂവിഭാഗം ഏതാണ് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ട് എക്സാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1-2 മാർക്കിനൊക്കെ പോയവരൊക്കെ ഉണ്ടാവും. അങ്ങനെ മടിച്ചിരിക്കാതെ എല്ലാവരും തന്നെ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഉടനെ തന്നെ കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വരും അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം സിമ്പിളായിട്ട് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേട്ടിട്ട് വേണ്ടി കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക്